സന്തോഷം തന്നെയാണ് അല്ലേ പുല്ലായിക്കുടമാരെ അല്ലേ നാലത്തൊക്കെ പിടിമാരെ നാലാ ഭക്തന്മാരോടുന്നല്ലേ പറമ്പ് നാലുപാറ ആധാരമായിട്ട് ഭേദമില്ലാത്തതായ മാതാവിന്റെ മുൻപട്ടം കുലീനത്തോടും കൂടിയിട്ട് നാരത്തേടെയുള്ളതായ പ്രാകൃതഭക്തന്മാർ ഒരേപോലെ സ്തുതിക്കപ്പെടുന്നതായ മാതാവിനെ കണ്ടിരിക്കുന്ന നേരത്തിങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷം തന്നെയാണെന്ന് അല്ലേ സന്തോഷം തന്നെയാണ് അല്ലേ പുല്ലായിക്കുടി നായന്മാരെ സന്താപക്കൂറിങ്കൽ ഇടംവരുത്താണ്ടതൊക്കെ വണ്ണം ഞാനെന്തിരിക്കുന്നതായ ഈ മാഹേശ്വരിയുടേതായ കരുത്തുണ്ടല്ലോ നിങ്ങൾക്ക് പറമ്പ് നാലുപാറ മൂന്ന് വിളക്കണ്ടമായി കുഴിച്ചെടുത്തിരിക്കുന്ന പരമാർത്ഥം എന്റെ തെക്കണ്ടിയാരപ്പൻ ചവിട്ടി താഴ്ത്തിരിക്കുന്ന 40 അടിയും പടിഞ്ഞാറ്റകം വഴക്കം കൊണ്ടിരിക്കുന്ന ശക്തിമത്തായിരിക്കുന്നതായ ഈ തേജത്തിന്റെ അല്ലേ നരശില മാലകളോടും കൂടിയിട്ട് അങ്ങനെ പരിലസിച്ചു കണ്ടിരിക്കുന്ന നിങ്ങളുടെ തറവാട് മുൻപേതുമായിട്ടും എന്നും അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൈതന്യാത്മകമായിരിക്കുന്നതായ ഈ ശക്തിയെ മത്യന്മാരെന്നിരിക്കുന്ന നിങ്ങളുടേതായ പ്രാകൃത രൂപത്തിങ്കൽ പ്രപഞ്ച വിഗ്രഹ രൂപേണ എന്നെ മത്സരത്തോട് മത്സരം തികഞ്ഞിട്ട് നിങ്ങൾക്ക് ദർശിക്കുവാനും സ്പർശിക്കുവാനുമുള്ള ഭാഗ്യം കൈവന്നു അല്ലേ ഭക്തന്മാരെ അല്ലേ പുല്ലായിക്കുടി നായന്മാരെ സന്തോഷം തന്നെയാണ് മാതാവിനും ഭക്തന്മാരെ കണ്ടതിലെങ്കിലും സന്തോഷം തന്നെയാണ് ആയതുകൊണ്ട് സകല രക്ഷയെയും പ്രദാനം ചെയ്തു പോരുന്നതായ അന്യാദൃശ്യ പ്രഭാവ സമ്പൂർണയായിരിക്കുന്ന മാതാവിന്റെ മുൻപട്ടം ക്ഷയത്തെയൊന്നും വരുത്താടതക്കവണ്ണം ക്ഷേമത്തോടും കൂടി ജീവിപ്പാനുള്ളതായ അനുഗ്രഹം മാത്രമേ നിങ്ങൾക്ക് തരുവാനുമുള്ളൂ എങ്കിലും ശ്രദ്ധ വേണം ഏവർക്കും കലിയുഗമാകുന്നതായ നൊന്താവസ്ഥയെങ്കിൽ അല്ലേ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതായ അനുഭവങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം ആസുരീക പ്രകൃതിയാണല്ലോ ഇപ്പോഴ് ആയതുകൊണ്ട് കർമ്മം ചെയ്തു പോരുമ്പോഴും അല്ലേ കർമ്മത്തിങ്കൽ വ്യാവൃതനാകുന്ന കാലനേരത്തും കർമ്മപ്പിഴ വരുത്താണ്ടും തക്കവണ്ണം ഞങ്ങൾ നിരക്കുന്നതായ പാദത്തിങ്കൽ തന്നെ ഏവരും ആശ്രയിച്ച് ചെയ്യുവേ എങ്കിൽ കാലമാകുന്ന കാകനും പരുന്തിനും ഇടം കൊടുക്കാണ്ടും കുടുക്കും തുകിലിനും കുടിക്കും കഞ്ഞിക്കും വിഘ്നം വരുത്താണ്ടും തക്കവണ്ണം അന്നദായനിയാണല്ലോ മാതാവ് അന്നത്തിന് ക്ഷയം വരുത്താണ്ടും തക്കവണ്ണം അന്നപൂർണേശ്വരിയായിട്ടും മാഹേശ്വരിയായിട്ടും മഹത്തായിരിക്കുന്ന കാര്യങ്ങളെ ചെയ്തു പോരുമ്പോൾ കർമ്മപ്പിഴ വരുത്താണ്ടതക്കവണ്ണം വീര്യത്തിന് വീരലക്ഷ്മിയായിട്ടും ശിരസിങ്കൽ നല്ലൊരു ശിരോഭൂഷണമായിട്ടും സ്കന്ധത്തിങ്കൽ മാര്യമായിട്ടും ശുൽപിവാസാദികളെ നിഗ്രഹിച്ചിരിക്കുന്ന കാമധേനുവായിട്ടും കാമിച്ചതിനെ ദാനം ചെയ്യുന്ന കൽപ്പവൃക്ഷമായിട്ടും അല്ലേ ഐശ്വര്യത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്നതായ ഐശ്വര്യ ദേവതയായിട്ടും നാവിങ്കൽ വാഗ്ദേവതയായിട്ടും വിലസണം ഞങ്ങളുടെ മാതാവ് എന്നുള്ള പ്രാർത്ഥന ആവർത്തി കേട്ടു നിങ്ങൾക്ക് ഏവർക്കും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ ഉപാസിക്കാം അല്ലേ ത്രിപുര സുന്ദരിയായിരിക്കുന്ന ശക്തി അല്ലേ ബ്രഹ്മപത്നിയായിരിക്കുന്ന സരസ്വതിയായിട്ടും വിഷ്ണുപത്നിയായിരിക്കുന്ന മഹാലക്ഷ്മിയായിട്ടും രുദ്രപത്നിയായിരിക്കുന്നതായ പാർവതിയായിട്ടും ത്രിപുര സുന്ദരിയായിട്ട് വിലസുന്നതായ മാതാവ് അല്ലേ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ പോലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ആരാധിക്കലാണല്ലോ പതിവ് അങ്ങനെയുള്ളതായ ഈ അന്ധകാന്തക ചിതഗ്നികുണ്ട സംഭൂതയായിരിക്കുന്ന മാതാവിനെ കലിയുഗത്തിങ്കലെങ്കിലും നിങ്ങൾക്ക് പ്രാവർത്തികമായിരിക്കുന്നതായ ജീവിതത്തിങ്കൽ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച നിലയെങ്കിൽ വേണ്ടുന്നതായ നിഷ്കാമ കർമ്മയോഗങ്ങൾ കൊണ്ട് ഭക്തിയാകുന്നതായ അനുഭവത്തിങ്കൽ നിന്നിട്ട് കർമ്മം ചെയ്യുവേ എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള കർമാനുഷ്ഠാനമായും കരം കൊണ്ട് ചെയ്യുന്നതെല്ലാം ന്യാസമുദ്രകളായും നിങ്ങളുടേതായ സഞ്ചാരം ഞങ്ങൾക്കുള്ള പ്രദക്ഷിണമായും നിങ്ങളുടേതായ ആഹാരാദികൾ ഞങ്ങൾക്കുള്ള ആഹൂതികളായും നിങ്ങളുടെ കിടപ്പ് ഞങ്ങൾക്കുള്ള ദീർഘദണ്ഡ നമസ്കാരമായിട്ടും ഞങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക് അല്ലേ പുല്ലായിക്കുടനായന്മാരെ ഭക്തന്മാരെ അത് തന്നെയാണല്ലോ നിങ്ങൾക്കും വേണ്ടത് എങ്കിലും
ഫലകാലോചിതമായി ഭക്തിപ്പെട്ടു പോരുന്ന മനുഷ്യന്മാരിൽ ജീവരൂപേണ പ്രതിഫലിച്ചിരിക്കുന്ന പരമാത്മാവിനെ ആത്മാവ് കൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയിട്ടും ശ്രവണ സ്മരണ നമസ്കാരാദികളോടും കൂടി ഭക്തിയോടുകൂടി ഭജിക്കുന്ന ഭക്തന്മാർക്ക് നേത്രഗോചരമായും പ്രേമലക്ഷണമായും മോക്ഷത്തെ കൊടുത്തു പോരുന്ന അനുഭവം തന്നെയാണ് ഞങ്ങൾക്കും, അല്ലേ? ആയതുകൊണ്ട് അങ്ങനെയുള്ള നന്മൊഴി തത്വങ്ങളെ അതിനാൽ തന്നെയാണ് നിങ്ങൾക്കും ഉണ്ടാക്കി തരേണ്ടത്. വിശേഷവിധമായിരിക്കുന്നതായ തീർത്ഥത്തിൽ സ്നാനം ചെയ്താലോ വിശേഷപദമായിരിക്കുന്നതായ യാഗം ചെയ്താലോ ഭക്തിവിഹീനരായവർക്ക് എന്നും അപ്രാപിണിയാണല്ലോ ഞാൻ. എങ്കിലും ആത്മാവിനെ പവിത്രമാക്കുന്ന ജ്ഞാനകർമ്മ യോഗങ്ങളെക്കാളും ശ്രേഷ്ഠവും ഫലപ്രദായകവുമാണ് കലിയുഗമാകുന്ന നൃത്തഗീതാദി കർമാനുഷ്ഠാനത്തിലൂടെ നിങ്ങൾ ഞങ്ങളെ പ്രാപിക്കുന്നത്. ആയതുകൊണ്ട് അല്ലേ, കാലം അകാലമായിരിക്കുന്ന നേരമാണല്ലോ. ഉദിച്ചിരിക്കുന്ന സൂര്യൻ ഉച്ചയിൽ തന്നെ നിന്നാൽ വിളകൾക്കും മർത്യന്മാർക്കും ഒരുപോലെ ദോഷകരമാണ്. ആയതുകൊണ്ട് കലിയുഗത്തിങ്കൽ മർത്യന്മാരായിരിക്കുന്ന നിങ്ങളുടേതായ ഭാഷയെങ്കിൽ ഒരു ചൊല്ലുണ്ട്, അനേകം ചൊല്ലിയാലും അല്പത ചൊല്ലിയാലും ഗുണം ഒന്ന് തന്നെയാണ്, അല്ലേ? കാരണം എന്താണ്? ഞാൻ അനേകം ചൊല്ലിയിട്ടും അല്പത ചൊല്ലിയിട്ടും ഗുണം ഒന്ന് തന്നെയാണ്. എങ്കിലും ജ്ഞാനത്തിലേക്കുന്ന ശക്തിമത്തായിരിക്കുന്ന ചൈതന്യം എവിടെയാണ് വേണ്ടത്, അല്ലേ? നിങ്ങളുടേതായ ജീവിതത്തിങ്കൽ നൈമിഷികമായിരിക്കുന്നതായ ജീവിതത്തിങ്കൽ കാരണീയമായിരിക്കുന്ന കർമ്മമോ പ്രവൃത്തിയോ ചെയ്തു പോരുന്ന കാലത്ത് ഫലത്തിങ്കൽ കാണിച്ചു തരുമ്പോഴാണ്, അല്ലേ? ജ്ഞാനത്തിലേക്കുന്നതായ സത്തായിരിക്കുന്ന സത്താമാത്ര സ്വരൂപിണി നിങ്ങളുടെ ജീവിതമാകുന്നതായ ഫലത്തിങ്കൽ സത്തായിരിക്കുന്നതായ അനുഭവത്തെ ഉണ്ടാക്കി തരാൻ കേട്ടോ. അനേകം ചൊല്ലിക്കഴിച്ചിട്ട് കാലവിളംബം വരുത്താണ്ട് തക്ക വണ്ണം എന്റെ കാണാക്കാട് ആധാരമായിട്ട് ഞാനൊന്ന് ശയിക്കുന്ന ഉണ്ടല്ലോ. കാല് മുഹൂർത്തത്തിന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിങ്കിൽ പ്രത്യക്ഷീകരിക്കുവാനായിട്ട് ആ നിലയെങ്കിലാക്കാവട്ടെ കേട്ടോ. സമസ്ത കൂട്ട കാര്യങ്ങളും അതുവരേക്കും അടിച്ച കാറ്റിനും തോർന്ന മഞ്ഞിനും ഇടം വരുത്താണ്ടും തക്കവണ്ണം കാലമാകുന്നതായ കാകനും വരുത്തിനും ഇടം കൊടുക്കാണ്ടും നിങ്ങളുടേതായ വായിലെ നാവിനും വലത്തു കൈക്കും നീക്ക് വിരോധം വരുത്താണ്ടും മകമേയുള്ള രാഗാദിദോഷത്തെയും പുറമേയുള്ള ആ വാതാതി രോഗത്തെയും തീർത്ത് കണ്ടെടുക്കുന്നു കേട്ടോ മാതാവ് ഏവരോടും തന്നെ. ആയതുകൊണ്ട് കലിയുഗത്തിങ്കൽ ശ്രേഷ്ഠമായിരിക്കുന്ന നാമം എന്റെ ചങ്ങാതിയുടേത് തന്നെയാണ്, അല്ലേ? ഗോവിന്ദ ഹരി ഗോവിന്ദ എന്നുള്ളതായ തിരുനാമം. എങ്കിലും ഞാനും ലയിച്ചതാണല്ലോ ആ നാമവും. ഗോവിന്ദയായിരിക്കുന്ന മാതാവും ഗോവിന്ദനായിരിക്കുന്ന ദശാവതാരം എന്റെ ചങ്ങാതിയുമുണ്ട്. ആയതുകൊണ്ട് ആ കലിയുഗത്തിങ്കൽ ശ്രേഷ്ഠമായിരിക്കുന്ന ആ നാമം ചൊല്ലിക്കഴിച്ചിട്ട് എന്നെ യാത്രയായപ്പോ മാറാകട്ടെ. എങ്കിൽ ഇനി കാണുന്നതായ അതുവരേക്കും നിങ്ങൾക്ക് ഏവർക്കും പൊന്നേറ് കൂടാണ്ട് സുഖിച്ചിരിപ്പാനുള്ളതായ വഴിയെ മാതാവ് ഉണ്ടാക്കിത്തരാം. ഏവരോട് തന്നെ കൈയെടുക്കട്ടോ. ഏവരോട്